പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകം എന്നെ എന്ന വചന സന്ദേശം ഇത് കേൾക്കുന്ന എല്ലാവരുടെ മേലും വലിയ ദൈവകൃപയും വലിയ ദൈവപ്രവൃത്തിയും നടക്കുമാറാകണം. ഈ വചന സന്ദേശം നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തെക്കുറിച്ചാണ് ചിന്തിച്ചു പോകുന്നത്. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനത്തിൽ 12-ാമത്തെ വചനത്തിൽ ആകാശത്തിന് കീഴെ മനുഷ്യരുടെയിൽ രക്ഷയ്ക്ക് നൽകപ്പെട്ട ഒറ്റ നാമം അത് യേശു എന്ന നാമമാണെന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാൽ അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കിയാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്ന് അറിഞ്ഞു. സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോട് കൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിർ പറയുവാൻ വകയില്ലായിരുന്നു. കണ്ടോ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരാളുടെ ഹൃദയത്തിന്റെ അകത്ത് വെളിപ്പെട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ, അവരുടെ ഉള്ളിലെ ധൈര്യം ഒരു അസാധാരണമായ വിധത്തിലേക്ക് ദൈവം അത് മാറ്റും. കാരണം യേശു മരിക്കുന്ന സമയത്ത്, മരിച്ചതിന് ശേഷം യഹൂദന്മാരെ ഭയന്ന് അവർ കതകടച്ചിരുന്നു. ഭയങ്കര ഭയമായിരുന്നു. ഗുരുവും കർത്താവുമായവനെ അവർ കൊന്നല്ലോ, ഇനി ഞങ്ങളെയും അവർ കൊല്ലും എന്ന് അവർ ഭയന്നിരിക്കുമ്പോഴാണ് അവരുടെ മധ്യേ യേശു ഇറങ്ങിച്ചെല്ലുന്നത്. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തി. ആ ദൈവ സമാധാനം അവരുടെ മേലേക്ക് കടന്നു വന്നു. പ്രിയമുള്ളവരെ, ഈ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാണ്. ആ വിദ്യാഹീനരാണ്, ശരിയാണ്, കാരണം വലിയ പഠിപ്പൊന്നുമില്ലായിരുന്നു അവർക്ക്. എന്നാൽ വിദ്യാസമ്പന്നനായ യേശു പരിശുദ്ധാത്മാവും അവരുടെ അകത്തുണ്ടായിരുന്നു. അവരുടെ അകത്തുനിന്ന് വന്ന ദൈവിക വചനത്തിന്റെ പൊരുളുകളെ ആത്മാവ് തന്നെ തിരിച്ചു കൊടുക്കുമ്പോൾ, കാരണം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് അവിടെ അകത്ത് വസിക്കുന്നു എന്ന് ജനമെല്ലാം കണ്ട് തിരിച്ചറിയുവാൻ ദൈവം ഇടയാക്കി. ജനത്തിന്റെ കണ്ണ് തുറപ്പിച്ചു കർത്താവ്, ജനത്തിന്റെ മനസ്സ് തുറപ്പിച്ചു കർത്താവ്, ജനത്തിന്റെ ജീവിതത്തെ മാറ്റി. കാരണം ഇങ്ങനെ മാറ്റാൻ കഴിയുന്ന ഒരു യേശുവാണ് നമ്മുടെ കർത്താവാണെന്ന് തിരിച്ചറിയുവാൻ ദൈവം ഇടയാക്കി. കാരണം സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരുടെ കൂടെ നിൽക്കുന്നത് കണ്ടപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്ന വിധത്തിലേക്കാണ് ആ മനുഷ്യൻ അവരുടെ കൂടെ നിന്നത്. അത്രയും കാലം ദേവാലയം എന്ന സുന്ദര കവാടത്തിൽ ഭിക്ഷയാചിക്കുകയായിരുന്നു അവന്. എന്നാൽ പ്രിയമുള്ളവരെ, ആ ഭിക്ഷക്കാരൻ ഭിക്ഷയാചിക്കൽ നിർത്തി, അതെല്ലാം മാറ്റിവെച്ചു. കാരണം എന്നെ സുഖപ്പെടുത്തിയ എൻ്റെ കർത്താവ്, അമ്മയുടെ ഗർഭം മുതലെയുള്ള എൻ്റെ ആ മുടന്ത് അത് കർത്താവ് മാറ്റി. ലോകത്തിൽ ആർക്കും മാറ്റാൻ കഴിയാത്ത ഒന്നാണ് യേശു മാറ്റിയത്. നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളില്ലേ ഇതേപോലെ, ഇത് മാറ്റാൻ കഴിയുന്ന കർത്താവ് നിങ്ങളുടെ അടുക്കിലേക്ക് ഇപ്പം കടന്നു വന്നാണ്ടല്ലോ, അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഭയങ്കര വിടുതലാക്കും. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചില ബന്ധനങ്ങളില്ലേ, ചില കെട്ടുകളില്ലേ, ചില ഭാരങ്ങളില്ലേ, ചില വേദനകളില്ലേ, ചില ദുഃഖങ്ങളില്ലേ, അതിപ്പോ എന്റെ കർത്താവ് മാറ്റി എന്ന് ഹൃദയത്തിൽ ഒന്ന് ഏറ്റു പറയാമോ? നമ്മുടെ ഉള്ളിൽ നമ്മൾ ഭയന്നിരിക്കുന്ന സാഹചര്യങ്ങളുടെ മധ്യത്തിലാണെങ്കിൽ ഇപ്പൊ നമുക്ക് ധൈര്യം തരികയാ കർത്താവ്. ചിലപ്പോ ആരെങ്കിലും രോഗികളായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, ഇനി ഡോക്ടർ പറയാണ് ഇനി രക്ഷയില്ലെന്ന് പറയുന്നതിന്റെ മധ്യ കർത്താവ് പറയാണ്, രക്ഷിക്കപ്പെടുത്തുവാൻ, രക്ഷ നൽകുവാൻ, അല്ലെങ്കിൽ സൗഖ്യം നൽകുവാൻ, വിടുവിക്കാൻ കഴിയുന്ന ഒരു ശക്തി അത് യേശുവിൻ്റെതാണെന്നാ കർത്താവ് പറയുന്നത്. ആ വിടുവിക്കുന്ന ശക്തി നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഈ പ്രഭാതത്തിൽ, ഇന്നത്തെ ദിവസം നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ കടന്നു വരുന്ന ഒരു അനുഭവം നമുക്കിപ്പോ ഉണ്ടാകട്ടെ. നമ്മുടെ ശിരസിൽ എൻ്റെ കർത്താവ് എൻ്റെ കരം തൊട്ടു, അവന്റെ കരം തൊട്ടു, ആ തൊടുന്ന ആ അനുഭവം ഞാൻ അനുഭവിക്കട്ടെ. ആ കർത്താവിന്റെ കരസ്പർശനത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഒന്ന് നമുക്ക് ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ അനുഗ്രഹിക്കണം. ഞാൻ ഏത് വിഷയത്തിന്മേലാണോ ഭാരപ്പെടുന്നതും പ്രയാസപ്പെടുന്നതും ആ വിഷയത്തിന്റെ നടുവിലേക്ക് എൻ്റെ കർത്താവ് ഇറങ്ങി വന്നു. ഉറപ്പാ കർത്താവെ, ഞാൻ വിശ്വസിക്കുക. ബൈബിളിൽ ഇങ്ങനെ വചനം പറയുക, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയോ അവിടെ മധ്യ ഞാനുണ്ട്. ഉണ്ടെന്ന് പറഞ്ഞവന്റെ കൂടെ എൻ്റെ കർത്താവ് അങ്ങ് എൻ്റെ കൂടെയുണ്ട്. കർത്താവെ, ആ കൃപയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട്, ആ സ്നേഹത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് നിന്നെ ആരാധിക്കാനുള്ള ശക്തി ഞങ്ങളുടെ അകത്തേക്ക് നീ അവിടുന്ന് വെളിപ്പെടുത്തണം കർത്താവെ. അവിടുത്തെ കൃപാസ്നേഹം കൊണ്ട് നീ നിറച്ചു തന്നേ മതിയാകൂ കർത്താവെ. നിന്റെ ആ ആത്മസ്വാതന്ത്ര്യം എനിക്ക് അനുഭവിക്കാൻ വേണ്ടി നീ എന്നെ ബലപ്പെടുത്തണം.
ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ ശക്തിയാൽ എന്നെ നിറക്കണം, അവിടുത്തെ കൃപയാൽ എന്നെ നിറക്കണം, അവിടുത്തെ അഭിഷേകത്താൽ എന്നെ നിറക്കണം. അങ്ങ് ബലപ്പെടുത്തുന്ന ദൈവമാണ്. അവിടുത്തെ ശക്തിയും അനുഭവം കൊണ്ട് എന്നെ നയിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.